തിരികെ വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ മന്ത്രി പട്ടികയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെയാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ പോവുകയാണ്. മുസ്ലിം ലീഗിൽ KM ഷാജിയെ മന്ത്രിയാക്കുന്നതിൽ വീണ്ടും ചർച്ച നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. PK ബഷീറിന് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കില്ല എന്നുള്ള സൂചന കൂടി ഈ നിമിഷത്തിൽ പുറത്തു വരികയാണ്. മുഹമ്മദ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. അസ്ലം, നേരത്തെ KM ഷാജിയും ഒപ്പം തന്നെ PK ബഷീറും ഒക്കെ മന്ത്രിമാരായേക്കും എന്നുള്ള സൂചനകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരിൽ രണ്ടിൽ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിൽ തന്നെ മുൻതൂക്കം KM ഷാജിക്ക് വരുന്നു. V അബ്ദുൽ ഗഫൂർ പട്ടികയിലേക്ക് വന്നതോടു കൂടിയാണോ ഇപ്പോൾ ഈ രണ്ടിൽ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് ചർച്ച ഇപ്പോൾ വഴിമാറിയിരിക്കുന്നത്? മഹേഷ്, അത് തന്നെയാണ്. മലബാറിന് പുറത്ത് ഒരു മന്ത്രി ഉണ്ടാവണം, ഒരു ജില്ലയിൽ കൂടി മന്ത്രി ഉണ്ടാവണം എന്നതായിരുന്നു ലീഗ് ധാരണ. അത് പ്രകാരമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നും മന്ത്രി P രാജീവിനെ തോൽപ്പിച്ച് ജയിച്ച V അബ്ദുൽ ഗഫൂർ, മുൻ മന്ത്രി VK ഇബ്രാഹിമിന്റെ മകനാണ്. അദ്ദേഹത്തിനെ കൂടി മന്ത്രിസ്ഥാനം നൽകാനുള്ള ഒരു ധാരണ ലീഗ് എത്തിയത്. അങ്ങനെ വരുമ്പോൾ പിന്നെ കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കുന്ന കാര്യം തീരുമാനമെടുത്തു. ഷംസുദ്ദീൻ പാലക്കാട്, മണ്ണാക്കാട് എന്നുള്ള MLA-യും തീരുമാനം. അങ്ങനെ വരുമ്പോൾ പിന്നെ ബാക്കി രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ മാത്രമേ മലപ്പുറം ജില്ലയിൽ നിന്ന് കൊടുക്കാൻ കഴിയൂ. ആ ഒരു ഘട്ടമെത്തി. PK കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായി ഒന്നാമത്തെ ചോയ്സായി. രണ്ടാമത്തെ ആരെന്ന ചോദ്യത്തിലാണ് ആദ്യഘട്ടത്തിൽ PK ബഷീർ, നാലാം തവണയും നിയമസഭയിലേക്ക് എത്തുന്ന PK ബഷീറിനെ പരിഹരിക്കാമെന്ന ചർച്ചകൾ ഉയർന്നു. KM ഷാജിക്ക് മന്ത്രിസ്ഥാനം പോകുന്ന ചർച്ചകൾ വന്നതോടുകൂടി വലിയ തോതിലുള്ള സമ്മർദ്ദം അക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ വീണ്ടും ചർച്ചകൾ KM ഷാജിയിലേക്ക് എത്തി നിൽക്കുകയാണ്. KM ഷാജി മന്ത്രിയാവാൻ തന്നെയാണ് സാധ്യത. അതേസമയം അങ്ങനെ വരുമ്പോൾ PK ബഷീറിന് അവസരം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ KM ഷാജി ലീഗിന്റെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് ഒരു അവസാനഘട്ട ചർച്ചകളിൽ നിന്ന് പറയാൻ പറ്റുന്നത്. എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയായി സാദിഖലി ശിഹാബ് തങ്ങൾ അക്കാര്യം പ്രഖ്യാപിക്കുമോ അന്തിമമായി. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും KM ഷാജി മന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ PK ബഷീർ മന്ത്രിസ്ഥാനം ലഭിച്ചേക്കില്ല. V അബ്ദുൽ ഗഫൂർ, മുൻ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ, കളമശ്ശേരിയിൽ P രാജീവിനെ മലർത്തിയടിച്ച് എത്തിയ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പാണ്. എന്തായാലും ഇന്ന് രാത്രിയോ നാളെയോ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായിരിക്കും. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.